പറഞ്ഞു തന്നൊക്കെ ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റുമോ? എന്റെ ജീവിതം തന്നെ അതിലായിരിക്കുന്നേ. ഒരിക്കലും മറക്കില്ല സാർ. വാടാ, എല്ലാരും മുകളിലോട്ട് വാ. ശരി, എന്തു പറയുന്നേ? പറയൂ, കേക്കട്ടെ. ആദ്യം വരുന്ന ഒരുത്തൻ നേരിൽ കണ്ട ആളെ അറിയാം. എന്നെ ഒരു മുറിക്കകത്ത് കെട്ടിയിട്ടിട്ട് എന്റെ അളിയൻ ബാനർജി, പാവം ബാനർജി, അയ്യോ ഭാവി, അവന് തോക്ക് കാണിച്ച് വരട്ടിയിട്ട് എന്നെ പോലെ വേഷം കെട്ടിയിട്ട് ജഡ്ജിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ എന്തിനാടാ നീ പോയെ? ഇത് അവര് ജഡ്ജിയെ ഇല്ലാതാക്കാനാ. ഇത് ഞാൻ ഇതെവിടെ വെച്ച് ചോദിച്ചാലും പറയോടാ. ഇത് അവര്, ദൈവത്തിനാണ് സത്യം, ഇത് എവിടെ വെച്ച് ചോദിച്ചാലും പറയും. ഇത് ഞാൻ ഇവിടെ പോയി പറയും. മുരുക, മുങ്ങിയ കൊന്നുകളയുന്ന ഞാൻ. സാർ സാർ നോക്കിക്കോ, ഞാൻ കലക്കുന്നത് നോക്കിക്കോ. അവൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. അവൻ പോയി, പോയി, അവൻ ഓടി പോകുന്നു. ചെല്ല്, ഓടിച്ചെല്ല്. എന്താപ്പാ, ആരായാലും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറഞ്ഞു തന്നത് നിങ്ങളല്ലേ? ഇങ്ങനെ അടികിട്ടിരിക്കുന്നല്ലോ. അവൻ കള്ളത്തരത്തിന്റെ ഉസ്താദാ. നേരത്തെ തന്നെ കായംകുളത്തൊരു തുണിക്കടക്കാരന് വേല വെച്ചിട്ട് രക്ഷപ്പെട്ട് കൽക്കട്ടയിൽ വന്നവൻ. അവനെ കൂടേക്ക് പോലീസ് സ്റ്റേഷനിൽ വിട്ട് അവൻ പോവോ? പറ്റിച്ചു വല്ല പൊള്ളാച്ചിക്കും പോയി കാണും. ഇപ്പോഴൊന്ന് പറയാം, നിങ്ങളുള്ള അടുപ്പം വെച്ചിട്ട് പറയൂ, വിട്ടേക്ക്. എൻ്റെ അച്ഛന് മാത്രമല്ല, എല്ലാരും വിട്ടേക്ക്. പണം തിരിച്ചു തന്നാ എല്ലാം കഴിഞ്ഞോ? ഇതിന്റെ 100 ഇരട്ടി ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാം. ആ ജഡ്ജിനെ കൊല്ലാൻ വേണ്ടി ആദവനെ ജഡ്ജിൽ നിന്ന് പിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനൊരു തുറുപ്പ് ചീട്ട് മാത്രം പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിട്ട് കാര്യമില്ല. ചീട്ടുകെട്ട് മുഴുവനായും അയക്കണം. പോലീസിന് ഫോൺ ചെയ്യടാ. പോലീസിനോ? അതെ, നിങ്ങൾ മൊത്തമായി സ്റ്റേഷനിലേക്ക് പോയിക്കോ. നിങ്ങൾ ആരാന്ന് പറയേ, ടെൽ ദം എവരിതിങ്. അപ്പൊ പോലീസ് എവിടെ പോകും? വരും, നിങ്ങളുടെ അടുത്തേക്ക് ആദവൻ വരും. ജയിലിനുള്ളിലേക്ക് അവനെ തള്ളിവിട്. വെളിയിൽ ഞാൻ ജഡ്ജിനെ കൊല്ലാം. നാളെ വിചാരണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനായി ആ ജഡ്ജ് ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. പാവപ്പെട്ട കുട്ടികളെ കടത്തി ബലാത്സംഗം ചെയ്ത് കൊന്ന് അവരുടെ അവയവങ്ങളെ ഓപ്പറേഷൻ ചെയ്ത് വെട്ടിയെടുത്ത് വിദേശത്തേക്ക് അയച്ച് കോടികൾ സമ്പാദിച്ച് കൂടും ക്രൂരത ചെയ്തവരാണിവർ. പ്രധാന കുറ്റവാളിയായ ഡോക്ടർ അബ്ദുൾ കുൽക്കർണിയാണ് ഈ സംഘത്തിലെ തലവൻ. അവനും അവനൊത്താശ ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്കും ഡോക്ടർമാർക്കും തൂക്കുകയർ ലഭിക്കാനായി ഞാൻ വിധി എഴുതിക്കൊള്ളുന്നു. എന്തിനാ അടിക്കുന്നത്? നീ ക്രിമിനൽ അല്ലേ? എന്തിനാ അവൻ അടിക്കുന്നത്? ഇവൻ മാധവനല്ല, ആദവൻ. ഞാൻ പറഞ്ഞത് താൻ കേട്ടില്ലേ? ഐ ആം സോറി സർ. എന്തിനാ അവനെ അടിക്കുന്നത്? വിളിച്ചിട്ട് വരാഞ്ഞിട്ടാണ് സാർ അടിക്കേണ്ടി വന്നത്. ഇല്ല സർ, അവനെ തൂക്കിയെടുത്ത് ജീപ്പിലേക്ക് വിചാരിച്ച അവനെ അടിക്കുന്നേ. അവൻ ഈ വീട്ടിൽ അറിയാം മാഡം, അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ അടിക്കുന്നേ. ഈ നിൽക്കുന്ന ജഡ്ജി ഇല്ലേ, അദ്ദേഹത്തെ കൊല്ലാമെന്ന കൊലയാളിയാണ് ഇവൻ. എന്ത്? എന്നെ കൊല്ലാമെന്നവനോ? ഡു യു ഹാവ് എനി എവിഡൻസ് ഫോർ ദാറ്റ്? അവനെ വിശ്വസിക്കല്ലേ മോനെ, ഞാൻ പറയുന്നത് കേക്ക്. അവൻ നമ്മുടെ വേണ്ട, വിശ്വസിക്കണ്ട. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് പറയാം. ബ്രിങ് ദം. പറഞ്ഞു കൊടുക്കടാ. സാറിനെ കൊല്ലാനാ ആദവൻ എന്റെ അടിയനായി ഇവിടെ വന്നത്. ഇവനാ എന്റെ പെങ്ങളെ കെട്ടാൻ പോകുന്ന ഒറിജിനൽ മുരുകൻ. ഇവനെ കൊന്നു കളയുന്ന ആദവൻ പേടിപ്പിച്ചുകൊണ്ടാ ഞാനും ഇത്രയും കാലം അവന്റെ കൂടെ നിന്നത്. എങ്ങനെയാ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ന് രാവിലെ ഞാൻ അളിയന്റെ അടുത്ത് എത്തിയത്. അതേമ്മേ, ഞങ്ങള് വന്ന് സത്യം പറഞ്ഞതിന് മുമ്പ് പോലീസ് വന്നു. സാർ, ആദവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ അവനെ എങ്ങനെ ഇടിക്കുന്നത്? മതി മതി, പറഞ്ഞതൊക്കെ മതി. ബാക്കിയൊക്കെ കോടതിയിൽ പറയാം. കൂട്ടിക്കൊണ്ടുപോ. Not only this, sir. We got strong evidence. ഇവനെ വളർത്തിയ റാവുത്തറയും അവരുടെ സംഘത്തെയും പിടിച്ചു. സോ ഇവനെ കുറിച്ചുള്ള A to Z വിവരങ്ങൾ അവർ തന്നെ പറഞ്ഞു. ഇവനൊരു പ്രൊഫഷണൽ കൊലയാളിയാണ്. He is a paid killer. പണത്തിനായി എന്തും ചെയ്യും സർ. And we got enough proof, sir. Shall I proceed, sir? 1 second.
നീ ആരയച്ചിട്ടാ എന്നെ കൊല്ലാമെന്നത്? ഞാൻ ചെയ്ത എൻക്വയറിക്ക് നീ ഒരു സാക്ഷിയാ. പറയേ. അവൻ പറയില്ല സർ, അവൻ പറയില്ല. അവനെ കൊണ്ട് ഞാൻ പറയിക്കാം. നല്ലവനായാലും കെട്ടവനായാലും ഇവിടെ ഇട്ട് അടിക്കാതെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോ. ഹലോ എസി, ജസ്റ്റ് അറസ്റ്റിംഗ് മാൻ ഡു യുവർ ഡ്യൂട്ടി. ബാക്കി കോടതിയിൽ കാണാമല്ലോ. ഇങ്ങനെയുള്ളവരെ കോടതിയിൽ കൊണ്ടുവന്നുള്ള സ്ഥിതി അങ്ങനെ അറിയാമല്ലോ. പറടാ. Guns down. Put your guns down. No, no, വേണ്ട. No, നോ, അഥവാ അയാൾ അടിക്കണ്ട. യു ആർ ഡൂയിങ് എ ക്രൈം. Put your guns down. Put your guns down. Else I'll shoot him. Put your guns down. താരാ, മുകളിലെ റൂമിൽ പോയി അവിടെയുള്ള ലാപ്ടോപ്പ്, പെൻ ഡ്രൈവ് എല്ലാവരും ബാഗിലേക്ക് എടുത്തു No. പോ. താരാ, don't give. No. No. പോ. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ കൊല്ലും. ആ രോഗി അവനെ കൊന്നുകളയും മോളെ. പോയി എടുത്തോണ്ട് വാ. പോ. താരാ, വേണ്ട. ഏയ്, വേണ്ട, വേണ്ട. വാ, കൊണ്ടുവാ. പറഞ്ഞാലോ ഉണ്ട്. എല്ലാം എടുത്തിട്ടുണ്ട്. പോ. ഏയ്, കൊല്ലും ഞാൻ. He'll die. Move. പോ. പോ. പോയി വണ്ടി എടുക്കും. കേരളത്ത് വേഗം. എന്താടാ പറയുന്നേ? കളിക്കുന്നോ? എന്റെ ഒരു കൈയും കാലും പോയി സർ. ഇതിനായി ഞാൻ കളിക്കുമോ സർ? ജഡ്ജിനെയും? അതെ സർ. ലാപ്ടോപ്പ് ഓൾസോ? അതെ സർ. ലാപ്ടോപ്പ് മാത്രമല്ല, പെൻഡ്രൈവ് ഉണ്ട്. വൈറ്റ് അംബാസിഡർ അല്ലേ? അതെ സർ. മലയാളികൾ ആരും കൂടിയില്ലല്ലോ? അറിയുഷോ? യെസ് സർ. ഇവളെല്ലാം ബംഗാളികളാ, ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി. സോറി മാം, എല്ലാം അറിഞ്ഞിട്ടാ വന്നേ. സർ, ആദവനുണ്ടല്ലോ. ഷട്ട് അപ്പ്. നീ എന്തിനാ ഇവിടെ വന്നേ? നിന്നേക്കാൾ വലിയ ഓഫീസറാ ഞാൻ. എന്നെ ഇൻഫോം ചെയ്തോ? സാർ, ആരെയോ ഫോണിൽ വിളിച്ചിട്ട് പെൻഡ്രൈവും ലാപ്ടോപ്പും എടുത്തുകൊണ്ട് പോയത് ഇയാൾ പറഞ്ഞു. അറസ്റ്റ് ചെയ്യും. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഇവനെ ട്രീറ്റ്മെന്റ് കൊടുക്കും. ടേക്ക് ഹിം ടു ദി ഹോസ്പിറ്റൽ. യെസ് സാർ. കൊന്നുകളയും. പോടാ. മാഡം, സത്യത്തിൽ ആദവൻ ജഡ്ജിനെ കൊല്ലാൻ തന്നെയാണ് ശ്രമിച്ചത്. ഇൻഫാക്ട് ജഡ്ജി നാട്ടിൽ വന്ന ആദ്യ നാൾ തന്നെ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യാൻ വന്ന സംഘത്തെ ഞങ്ങൾ ചേസ് ചെയ്തു. Don't move. അടി മതിയാക്ക്. നിങ്ങൾ പോയിക്കോ. ഇതുപോലുള്ള അടിയൊക്കെ നിനക്ക് സർവ്വസാധാരണമല്ലേ? ഇതിലും കൂടുതൽ കാശ് കിട്ടിയാൽ അതേ ജഡ്ജിനെ വീണ്ടും കൊല്ലാൻ നീ തയ്യാറാവില്ലേ? ഏയ്, എനിക്കറിയാടാ ആ ജഡ്ജിനെ നീ വീണ്ടും കൊല്ലാൻ നോക്കുമെന്ന്. സർ, അദ്ദേഹം എൻ്റെ അച്ഛനാ സർ. അദ്ദേഹത്തെ എനിക്ക് എങ്ങനെ കൊല്ലാൻ കഴിയും സർ? ശരി, നീയില്ലെങ്കിൽ എന്താ? വേറൊരുത്തിനെ വെച്ച് ആ ജഡ്ജിനെ എന്തായാലും കൊല്ലില്ലേ? സമ്മതിക്കില്ല. എൻ്റെ അച്ഛനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കത് കഴിയില്ലടാ. അല്ല, കഴിയും. അവര് വലിയ ഗ്രൂപ്പാ, നിനക്ക് കഴിയില്ല. കഴിയും, കഴിയും. എന്ത് കഴിയും? 24 മണിക്കൂറും കൂടിയിരുന്ന് സംരക്ഷിക്കണം, കാവലായിരുന്നു. കഴിയുമോ? കഴിയില്ല അല്ലേ? ഞാൻ പറയുന്ന പോലെ ചെയ്താൽ കഴിയും. അതിന് നീ അപ്രൂവറായി മാറണം. ഏയ്, എന്താ ചിരിക്കുന്നേ? നിന്റെ അച്ഛന് മാത്രമല്ലടാ, എന്റെ ഡിപ്പാർട്ട്മെന്റിന് നല്ലത് ചെയ്യാനൊരു ചാൻസ്. എന്താ ചെയ്യില്ല നീ? ഞാൻ കഴിയില്ല സർ. കഴിയും, നിനക്കത് കഴിയുമെടാ. ആദവൻ വഴി കൊലയാളി സംഘത്തെയും തീവ്രവാദികളെയും ഒറ്റയടിക്ക് പിടിക്കാനാ അവൻ ഈ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അവനും കൊലയാളിയെ പോലെ നടിച്ചുകൊണ്ടിരുന്നു. ജഡ്ജിനെ രക്ഷപ്പെടുന്നത് കൂടാതെ അദ്ദേഹത്തിന് എൻക്വയറി ഫൈൻഡിങ്സ് കോർട്ടിൽ എത്തിക്കുന്ന ജോലിയും അവൻ തന്നെ ഏറ്റെടുത്തു.
അവൻ എന്നെ തേടിയ കമ്മീഷൻ ഓഫീസിൽ പോയത്. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. വേണ്ടതാരാ അവൻ പറയുന്നത് കേൾക്കല്ലേ? ദയവ് ചെയ്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനടുത്ത് നിർത്ത്. നീ പേടിക്കണ്ട. അവൻ കൊന്നുകളയും. കുഴപ്പമില്ല, എന്നെ കൊന്നാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് കേൾക്കുമോളെ. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. ഇല്ലച്ച, നിങ്ങളെ കൊലയ്ക്ക് കൊടുക്കില്ലച്ച. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ചത്താലും സാരമില്ല. പിരിഞ്ഞുപോയ കുടുംബത്തോടൊപ്പം ഒരാഴ്ച കഴിഞ്ഞില്ലേ? എനിക്കത് മതിയച്ച. എൻ്റെ ജീവിതത്തിൽ ആദ്യമായ ഞാൻ എൻ്റെ അച്ഛനോട് ഇത്രയും അടുത്തിരിക്കുന്നത്. എനിക്ക് എന്നിങ്ങനെ ഇരിക്കണം അച്ഛ. നിങ്ങളെ എനിക്ക് വലിയ ഇഷ്ടം അച്ഛ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അച്ഛ. സംസാരിക്കാം. ആരത്? കൈയെടുക്കടാ. എടാ മാധവ, നീ മാധവനാണോ? എന്റെ മോൻ മാധവനാ? മൊത്തം പെട്രോൾ ഒഴിച്ച് കത്തിക്കേ. അച്ഛാ,
മോനെ! മധുവാ! എഴുന്നേക്കടാ! മോനെ! ഇത്രയും വർഷത്തിന് ശേഷം എന്തിനാണ് നീ വന്നത്? എന്റെ കണ്ണൊന്ന് ചാവാനാണോ? മോനെ! ജഡ്ജിനെ മാത്രമല്ലടാ, ആ ലാപ്ടോപ്പിലുള്ള എല്ലാം നശിപ്പിക്കണം. ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവമേ, എല്ലാം പോയല്ലോ. ഞങ്ങളും നിന്നോടൊപ്പം വരുവാടാ മോനെ. മാധവാ! തിരിക്ക്. മാധവാ, ഓട്! ഓടിക്കോ! ഓടിക്കോ! കാറിന് ബോംബുണ്ട്, അതിപ്പോ പൊട്ടും. മോനെ താഴെ പെട്ടോളൂ. മാധവാ! മോളെ, ആ ലാപ്ടോപ്പ് എടുക്ക. മോനെ, ആ ലാപ്ടോപ്പ് എടുത്തോണ്ട് ഓട്. അത് കൊണ്ടുപോയി പോലീസിനെ ഏൽപ്പിക്ക്. ഓടാ മോനെ. ഞങ്ങളെ രക്ഷിക്കാൻ കഴിയില്ലടാ. അടുത്ത 1 മിനിറ്റിനുള്ളിൽ പൊട്ടും. ഓട് മോനെ. ആ ലാപ്ടോപ്പ് എടുത്തോണ്ട് ഓട് മോനെ. Go fast. അതല്ല വേണ്ട. ആയിരം കൈകളാൽ മറച്ചുവെന്നാലും ആദവൻ മറയുകില്ല. അണകൾ കെട്ടി ആർത്തടുത്താലും അലകടൽ അടങ്ങുകില്ല. ആടിവാ ആടിവാ ആടിവാ. ആടിയൊക്കെ വന്നാലേ പടിക്കെട്ടിൽ വീണ് പല്ലുപോവും. എന്തിനാ ഇപ്പൊ സോപ്പിടുന്നേ? സോപ്പിട്ടതല്ല, ഒരു ചെറിയ റിക്വസ്റ്റ്. എന്താ? ഈ വീട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, ഈ ക്രൗഡ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റുന്നില്ല. അതിന്
നാട്ടിൽ നിന്ന് 2 അസിസ്റ്റൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാത്? എന്റെ അളിയന്മാര്. അയ്യോ ആദ്യം മുതൽ തുടങ്ങിയാണോ? ആട്ടെ, എവിടെ നിന്ന് മച്ചാമാര്? വെളിയിൽ വെയിറ്റ് ചെയ്യുക. അകത്തോട്ട് വിളിക്ക് നോക്കാം. അളിയോ, അമ്മ വിളിക്കുന്നു. ഇതെന്താടാ മൊത്തം ഫാമിലി നമ്മളെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് തലയും ചുറ്റുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇവർ രണ്ടുപേരും നിന്റെ അളിയന്മാർ? അതെ അതെ. എങ്ങനെ? അവന് ഒന്ന് തന്ന പെങ്ങളുടെ ഭർത്താവ്, ആ, ഇയാള്? ഇവര് 2 തന്ന ചേച്ചിയുടെ ഭർത്താവാ സാർ. ശരി, നിങ്ങൾക്ക് എന്തൊക്കെ ജോലി അറിയാം? അത് പിന്നെ വെട്ടൽ തൊട്ട് കുത്തുന്നവരെ എല്ലാ ജോലിയും നന്നായിട്ട് ചെയ്യും. അയ്യോ, വെട്ടെന്നും കുത്തെന്നും മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കണം. വെട്ടെന്ന് പറഞ്ഞാൽ കായ്കറി വെട്ടുന്ന മുട്ട് കമ്പ്യൂട്ടർ കുത്തുന്നവരെ അവൻ നന്നായിട്ട് ചെയ്യും. നിന്റെ ചേട്ടൻ എന്ത് ചെയ്യും? മീൻ തല വെട്ടുന്നത് മുതൽ തോട്ടത്തിൽ കുത്തുന്നവരെ ചേട്ടൻ നന്നായി ചെയ്യും. അപ്പോ നിങ്ങൾ കൊല്ലത്തുനിന്നാണോ? അതെ സാർ, ഉമയനല്ലൂർ. എന്താ ഊമയല്ല ഊരിയെന്നോ? ഉമയനല്ലൂർ. ഇവന് തിരുവമ്പാടി. നന്നായി തിരിയുന്നുണ്ട്. മാറടാ. ശരി, നിനക്ക് പാചകം അറിയാമോ? സൂപ്പറായി പാകം ചെയ്യും. എസ്പെഷ്യലി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാമോ? അതെങ്ങനെ ചുടുമെന്ന് അളിയനോട് തന്നെ ചോദിക്കും. അയ്യോ, വീണ്ടും ചുടുന്ന കാര്യം ഇല്ല അളിയ, നന്നായിട്ട് പാചകം ചെയ്യുമെന്നാ പറഞ്ഞത്. വലിയ കാര്യമാണോ വെള്ളയപ്പം ചുടുന്നത്? 1 കപ്പ് അരിയെടുത്ത് ഒരല്പം തേങ്ങാവെള്ളം ചേർത്ത് 1/2 മണിക്കൂർ നേരം കഴിഞ്ഞെടുത്ത് 1/4 മണിക്കൂർ കഴിഞ്ഞ് അപ്പച്ചട്ടിയിൽ ചുറ്റിയെടുത്ത് നല്ല ചൂടെണ്ണയിൽ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ വെള്ളയപ്പം റെഡിയല്ലേ? അതിൽ കുറച്ച് പഴവും ഞരടി ശർക്കരയും ചേർത്ത് ചുട്ടാൽ ഉണ്ണിയപ്പം. അത്രേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ടിവിയിൽ ഏതൊക്കെ പ്രോഗ്രാം ഇഷ്ടത്തോടെ കാണും? അത് പിന്നെ ചിമ്മിണി. ചിമ്മിണിയാ? അതെ, അമ്മിണി ചെറുതല്ലേ, അതുകൊണ്ട് ചിമ്മിണി. എനിക്ക് ജെറ്റിക്സ് മുതൽ കുക്കിങ്സ് വരെയും ഡോറയിൽ നിന്ന് താര വരെയും എല്ലാം ഇഷ്ടമാണ്. അയ്യോ, പുതിയ ആളാ. പോട്ടെ പോട്ടെ. താര സാറിന്റെ ഭാര്യ. അയ്യോ, സോറി മാഡം. ഇറ്റ്സ് ഓക്കെ. വന്നപ്പോ മീൻ കൊണ്ടുവന്നിരുന്നു. 2 താര നിങ്ങൾക്ക് തന്നെയല്ലേ? കുത്തിപ്പൊക്കുന്നേ വേണ്ടാന്നൊരു വാക്ക് പറഞ്ഞ ഇപ്പൊ പറഞ്ഞു വിട്ടേക്കാം. വിനായക. അയ്യോ, മുരുകൻ മാറി വിനായകനോ? അയ്യോ, പറ്റില്ല സാർ. ജോലി കൊടുക്ക് സാർ, ജോലി കൊടുക്ക് സാർ. ഇനി മുതൽ ഈ വീട്ടിലെ എല്ലാം എന്റെ മകനാ. എടാ മാധവ, എനിക്കെന്തോ ഇവരെ കണ്ടിട്ട് അത്ര പിടിക്കുന്നില്ല. നിനക്കല്ലേ ഈ കള്ളന്മാരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നേ. ഇവരേത് തരത്തിലുള്ള ആളുകളാണെന്ന് നോക്കി പറയുന്നേ. എന്റെ അമ്മേ, എനിക്കൊന്നും അറിയില്ല സാർ, ഇവര് തന്നെ പറഞ്ഞു തന്നത്. എന്തിനാ ഇങ്ങനെ എല്ലാരും കൂടി ചുറ്റിക്കറങ്ങുന്ന? ഒരു തീരുമാനം എടുക്ക്. കറക്കി ഇപ്പൊ തന്നെ പുറത്താക്കോ എന്തോ. ഇവര് സാധാരണ മനുഷ്യരേ അല്ല, ജഗജാല കില്ലാടികളാ. അപ്പൊ യു ആർ സെലക്ടഡ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.